ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഒരു ചെറിയ വ്ലോഗ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ഏറ്റവും ആദ്യത്തെ പരിപാടി ബെഡ് ഒരുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ തറയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പായും കാര്യങ്ങളൊക്കെ എടുത്ത് ഒതുക്കി മടക്കി നമ്മൾ വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. ചോറിനുള്ള അരി ഇട്ടിട്ടാണ് ബാക്കി എല്ലാ പണികളും നമ്മൾ ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ ബാക്കി പണികളൊക്കെ തീർന്ന് വരുമ്പോഴേക്കും അരി അവിടെ നിന്ന് വെന്തിട്ടുണ്ടാകും. അപ്പം കഞ്ഞി അങ്ങ് വെച്ച് വെക്കുവാണെങ്കിൽ കറികൾ പിന്നെ ചടപടയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. കഞ്ഞി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് റെഡി ആവാൻ പോയിരുന്നു. ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം മുടിയൊക്കെ തലേ ദിവസം കെട്ടി വെച്ചാണ്. പക്ഷേ എനിക്കിങ്ങനെ പിന്നെ ഇട്ടുകൊണ്ട് എനിക്ക് കിച്ചണിൽ നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ പണി ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പൊക്കി കെട്ടി വയ്ക്കും. അപ്പോൾ അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് വന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളിക്കറിയും പിന്നെ കിഴങ്ങുപ്പേരിയും മീൻ വറുത്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പച്ചക്കറി എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ അവസാനം ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ ചടപടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തക്കാളിക്കറി. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കിങ്ങിനായിട്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ എണീറ്റ് വന്നിട്ടുണ്ട്. അവളെ കുറച്ച് നേരം പുന്നാരിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കുള്ള ചായയും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ ചായ കുടിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അപ്പോൾ ചായ അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളിക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. പച്ചമുളകും തക്കാളിയും ഉള്ളിയും കൂടാണ് കേട്ടോ ഞാനിപ്പോൾ മുറിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മളൊന്ന് എണ്ണയിൽ നിന്നിട്ട് വഴറ്റി എടുക്കും. അതിനുശേഷം തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റുകയാണ്. ശേഷം തക്കാളി ഇട്ടു. തക്കാളി ഇനി ഉള്ളിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പം അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് വേഗം വാടി വരാൻ വേണ്ടിയിട്ട്. അതും ചെയ്തിട്ട് ഞാൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ കാര്യങ്ങളൂടെ നടക്കണമല്ലോ. രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഉഷാർ കിട്ടും കേട്ടോ. ഇതൊരു ചായയല്ല, ഒരു 1.5 ചായയാണ്. എപ്പോഴും വീട്ടിൽ ഏറ്റവും അധികം ചായ കുടിക്കുന്ന ഒരാളാണ്. രാവിലെ ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞ് മിനിമം അത് 2 ഗ്ലാസ് ചായയെങ്കിലും ഉണ്ടാവും. എനിക്ക് അത്രയും ചായ കുടിച്ചെങ്കിൽ മാത്രമേ തൃപ്തിയുള്ളൂ. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. ഈ ഒരു ചായ മാത്രമാണ് എനിക്കിഷ്ടമുള്ളൊരു സാധനം. അതിനിടയ്ക്ക് അമ്പാടിയും കുഞ്ഞാറ്റയും വന്നിരുന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കഴുകി തന്നു, മീനൊക്കെ വെട്ടി തന്നു. അപ്പം ഞാനിനി തക്കാളിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ നമ്മൾ ഓൾറെഡി ഇവിടെ ചേരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ അരച്ച് നമുക്ക് കറിയിലേക്ക് ചേർക്കണം. അതിനിടയ്ക്കായിട്ട് ചായ കുടിയും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സമയം ഇത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 6:45 ഞാൻ എണീറ്റത്. അതുകൊണ്ട് വേഗം ഒന്ന് പണികളൊക്കെ തീർക്കുകയാണ്. അതിനിടയ്ക്ക് അമ്പാടിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ മീൻ വെട്ടാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ സമയം പിന്നെയും പോകും. അപ്പോൾ അതൊക്കെ അമ്പാടിയാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ചോറ് വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. തക്കാളിക്കറി അങ്ങനെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയും കൂടെ ഊറ്റി വെച്ചതിന് ശേഷം മീൻ ഓൾറെഡി വെട്ടി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമേ അത് ചെയ്തിട്ട് അമ്പാടി എനിക്ക് ചെയ്തു തന്നു ഞാൻ പറഞ്ഞല്ലോ. അവനത് വെട്ടി മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുപ്പൊഴിയണം. അടുപ്പ് ഫ്രീ ആയിട്ട് വേണമല്ലോ നമുക്ക് അടുത്തത് വെക്കാനായിട്ട്. അപ്പോഴേക്കും അതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ നോക്കുന്നത്. വറ്റൽമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് അത് ഓയിലിൽ മൂപ്പിച്ചിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് കാശ്മീരി, അത് കളറിന് മാത്രം, വലിയൊരു ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയുക, ചില്ലി ഫ്ലേക്സ് ഇടുന്നത് കൊണ്ട് അതിൻ്റെ ഒരു എരിവായിരിക്കും ഉണ്ടാവുക. അതും കൂടെ ഇട്ട് അത് കുക്കാകാനട വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയോട് കൂടിയിട്ട് വന്ന പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയായിട്ട് അവിടെ കിടക്കും. നമ്മുടെ ലഞ്ചിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അമ്പാടി ചോറ് കൊണ്ടുപോകുന്നത്. ചോറും കറികളൊക്കെ അതേ ഒരു പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അവൻ അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ എന്താ വെച്ചാൽ കറിയിലുള്ള ആ ഒരു മസാലയൊക്കെ ചോറിലേക്ക് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കറികളൊക്കെ ഞാൻ കാണിച്ചല്ലോ, അത് തന്നെ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത്
അമ്പാടിയെ വേഗം പറഞ്ഞു വിടാൻ നോക്കുകയാണ്. അപ്പം നമുക്കിന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റെയും കുഞ്ഞേട്ടനും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് പതിയെ ചെയ്താൽ മതി. മീൻ കണ്ടപ്പോഴേക്കും ഒരാൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് അമ്പാടി പണിക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.